ഡാ നീ എന്നെ അങ്ങനെ നോക്കി നിൽക്കുന്ന ഇങ്ങോട്ട് വാ. ആശാനെ ഞാൻ കയറണോ ആശാനെ? പിന്നെ നീ കയറാതെ എനിക്ക് പ്ലാവേ കയറാൻ പറ്റത്തില്ല. എൻ്റെ തുടയെല്ലാം പൊട്ടിയിരിക്കുക, അതും അകന്തോട. അകന്തോടെ പൊട്ടിയിട്ടുണ്ട്, പിന്നെ എങ്ങനെ ആശാനെ നിക്കറൊക്കെ ഇടുന്നേ? അതിന് ആരാ ഇട്ടേക്കുന്നത്? ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. നിക്കറിട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര നീറ്റിലും പുകച്ചിലുവാ. അതിനാ ആശാനെ ഇങ്ങനെ തുട പൊട്ടുന്നേ? അത് ഈ തുട വണ്ണം വെക്കുന്നുണ്ടാ. ഇതേ ഞാനതിനകത്ത് ഇറങ്ങി നോക്കി, അങ്ങ് തുഞ്ചത്താ കിടക്കുന്നത്. 10-13 വിളഞ്ഞ ചക്ക കിടപ്പുണ്ട്. ഇടുവാണേ, നമ്മുടെ ഈ കവലയെ കൊണ്ട് വെക്കുവാണേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 10-3000 രൂപ കൈ കിട്ടും. ഒരു ചക്ക നമുക്ക് 300 രൂപയ്ക്ക് പോകും. അതിന് ഈ വഴിക്ക് ആര് വന്ന് വാങ്ങാൻ ആശാനെ ചക്ക? നമ്മുടെ ഇവിടെ ഉള്ളവരെല്ലാം ചക്ക തിന്നുന്നവരല്ലേ? അത് നമ്മുടെ ഈ വഴിക്കല്ലേ അയ്യപ്പന്മാരുടെ വണ്ടിയെല്ലാം വന്ന് പോകുന്നേ. അത് ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പ വണ്ടിയുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടിയുണ്ട്. അവിടെയൊന്നും ഈ ചക്കയും ചക്കക്കുരു ഒന്നും കിട്ടാനില്ലല്ലോ. കൂടച്ചക്കയാണേലും വരികയാണെന്നും പറഞ്ഞ് കൊടുത്താൽ അവന്മാർ കൊണ്ടുപോയിക്കോളും. അങ്ങനെ ചെയ്യുന്ന മോശമല്ലേ ആശാനെ? എന്നാ മോശം? അവന്മാർ അവിടുന്ന് മരുന്നടിച്ച് വിളപ്പിച്ച പച്ചക്കറിയല്ല നമ്മുടെ നാട്ടിലോട്ട് കയറ്റി വിടുന്നത്. അത് നമ്മൾ മേടിച്ച് തിന്നുന്നില്ലേ? പറമ്പിന്റെ ഉടമയെങ്ങാനും വന്ന് സീനാവുമോ? പറമ്പിൻ്റെ ഉടമയൊന്നും വരത്തൊന്നുമില്ല. നീ വാ. ആശാനെ വാഴക്കൊല കേസെങ്ങാനും പൊങ്ങുമോ? ഒരു പേടി. എടാ വാഴക്കൊലയുടെ കേസൊന്നും ഇനി അവരന്വേഷിക്കാൻ പോകുന്നില്ല. അവരിനി 1 മാസം കഴിഞ്ഞേ ഇവിടെ വരത്തുള്ളൂ. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ നമ്മൾ അത് കഴിഞ്ഞ ദിവസം കിഡ്നാപ്പ് ചെയ്തേ. നീ വാ. ജോസാശ നിൻ്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാടാ പേടിക്കുന്നേ? ഉടായിപ്പ് കണ്ടുവച്ചേക്കുന്ന ജോസിന് വേണ്ടിയാണ്. നീ എൻ്റെ കൂടെ വാ, അങ്ങോട്ട് കയറിയാൽ